നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണത്തിന്റെ വെറും 3% മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി. ഞങ്ങൾ ആ ദിവസത്തെ സ്വർണ്ണവില ബ്ലോക്ക് ചെയ്തു വെക്കും. ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത വില അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം. എന്ന് വെച്ചാൽ റിസ്ക് ചെറുത്, ആനന്ദം വലുത്. കൊള്ളാല്ലേ? എന്റെ കുടുംബം, എന്റെ ആഘോഷം, എന്റെ മലബാർ. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാടോടി നൃത്ത മത്സരഫലത്തെ ചൊല്ലി വിവാദവും സംഘർഷവും. ഇന്ന് വൈകിട്ട് 3:30 അവസാനിച്ച ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ നാടോടി നൃത്ത മത്സരഫലം പ്രഖ്യാപിച്ച ഉടനെയാണ് വിധികർത്താക്കൾക്കെതിരെ പ്രതിഷേധം ഉയർന്നത്. ഇതേപോലെ തന്നെ അടുത്ത വർഷമാണ് പിന്നെ നിങ്ങൾ പേടിക്കാതിരിക്കുന്നല്ല കാര്യങ്ങൾ പറഞ്ഞത്. എന്താ അറിയോ, ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നിയമപരമായിട്ട് കൊടുക്കാൻ വേണ്ടി, മനസ്സിലായില്ലേ? ഒരാൾ പറയാം, നിങ്ങൾ ഈ സ്കൂളിന്റെ മാനേജർ പറഞ്ഞോട്ടെ. അല്ലല്ല ഇവിടെ പരാതി പറയണ്ടേ. 22 മത്സരാർത്ഥികൾ പങ്കെടുത്ത നാടോടി നൃത്ത മത്സരത്തിൽ സദസ്സിനെ വിസ്മയിപ്പിച്ച് മനോഹരമായി നൃത്തം ചെയ്ത വിദ്യാർത്ഥികളെ തഴഞ്ഞുകൊണ്ട് തീരെ അർഹതയില്ലാത്ത ഒരു കുട്ടിക്ക് 1ാം സ്ഥാനം നൽകിയത് വിധികർത്താക്കളും ഈ കുട്ടിയുടെ പരിശീലകനും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്നാരോപിച്ച് മറ്റെല്ലാ മത്സരാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും രംഗത്ത് വരികയായിരുന്നു. നമ്മളും കുട്ടികളല്ലേന്നാ ചോദിക്കണ്ടേ? ഇത്രയും കാലം ഞാൻ മിണ്ടാണ്ടെന്ന് ഇനി ഞങ്ങൾക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റൂല. നമുക്ക് എല്ലാവർക്കും അപ്പീൽ വന്നാ മതി, വേറെ ഒന്നും നമ്മൾ ചോദിക്കുന്നില്ലല്ലോ. റിസൾട്ട് മാറ്റണ്ട, അല്ല വേണ്ട, നമുക്ക് ജഡ്ജസിനോട് സംസാരിച്ചാ മതി. ഞങ്ങൾ ചോദിക്കട്ടെ കറക്ഷൻസ് എന്താന്ന്, പിന്നെ ഒന്നുകൂടി കണ്ടിട്ട് അത് ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്യാൻ പറയും. അതിനവർക്ക് പറ്റുന്നില്ലല്ലോ. വീഡിയോ ഇവിടെ എല്ലാവരും എടുത്തിട്ടുണ്ട്. എടുത്തോര് കണ്ടോട്ടെ, എന്താണ് കുറവ് എന്ന് പോലും പറയുന്നില്ല അവര്. അവിടെ മര്യാദയ്ക്ക് പോയി ചോദിച്ചപ്പോ അവര് പറയാ മര്യാദ ഇല്ലാതെ എന്തിനാ സംസാരിക്കുന്നത്, മര്യാദപൂർവ്വം തന്നെയാ പോയി സംസാരിച്ചത്. അപ്പൊ അവിടുന്ന് പിടിച്ചു മാറ്റി. എന്തില്ല മേത്ത് എന്ത് കാര്യത്തിലാ അവര് കൈവയ്ക്കുന്നത്? ശരിക്കും ഇത് മത്സരം എന്ന് പറയേണ്ട ആവശ്യമില്ല. 1ാം സ്ഥാനം ആ കുട്ടിക്ക് മാത്രമാണ്, അത് മാത്രം കളിച്ചാൽ പോരെ. മത്സരം എന്തിനാ പിന്നെ പറയണേ? മത്സരം എന്ന് പറയുന്നത് ആരും കളിച്ചതാ, അർഹതപ്പെട്ടവർക്കല്ല കൊടുത്തത് എന്ന് ഇവിടെ കണ്ടുനിന്ന കാണികളാണ് പറഞ്ഞത്. അവൾ ഒന്നും കളിച്ചിട്ടില്ലാന്ന്. കുട്ടീനെ പറയല്ല, ജഡ്ജസിനെയാ പറയുന്നത്. ജഡ്ജസ് പറഞ്ഞുകൊണ്ടാണല്ലോ അവൾക്ക് ഇത് കിട്ടിയത്. പൈസ കൊണ്ട് കളിക്കാനാണെങ്കിൽ ബാക്കിയുള്ളവർ എന്തിന് കളിക്കുകയാണ്? ഞങ്ങളെ പൈസ ഞങ്ങൾ പൈസയും സമയവും കളഞ്ഞിട്ടാണ് ഇവിടെ വന്ന് കളിക്കുന്നത്. അതവർക്ക് കാണണ്ട. അവർക്ക് ഇത് കിട്ടുന്നതാണ് കാണേണ്ടത്. ഞങ്ങളെല്ലാവരും ഞങ്ങളെ സമയം 10ാം ക്ലാസ് ആണ്. ഇനി അവർ ഇത് കൊടുത്ത് അപ്പീൽ പോകുമ്പോൾ അവർ അവിടെ നിന്ന് എന്താ പറയുക പറയുന്നത്, ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ഇനി എവിടെ സമയം? 10ആണിത്. ഇത് കഴിഞ്ഞ് SSLC എഴുതേണ്ട ആൾക്കാരാണ് ഞങ്ങൾ ഇവിടെ പലരും ഉള്ളത്. 10ആണ് എഴുതേണ്ടത്. എന്നിട്ട് അത് കഴിഞ്ഞ് +1 അവരോട് പറയും പൈസ ഇറക്കി ഞങ്ങളെ കളിപ്പിക്കാൻ. ഞങ്ങൾ അച്ഛനമ്മമാർ പൈസ കൊടുത്തിട്ട് തന്നെയാണ് അത് കളിപ്പിക്കുന്നത്. അവരെന്തർത്ഥത്തിലാണ് കുട്ടികളെ ഇങ്ങനെ ഇതാക്കുന്നത്? 8ാം ക്ലാസ് മുതൽ ഓരോരുത്തരും അനുഭവിക്കുന്നതാണിത്. ഇനി അനുഭവിക്കുന്നത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഇനി ഇത് ഉണ്ടാവരുത്, അതിനുവേണ്ടി മാത്രം അവിടെ ഇങ്ങനെ നിരന്നിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ അടുത്ത ചേച്ചിമാരെ ഒരു വിരോധമില്ല. അവർ കളിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ ഇനി അവർക്ക് ഇത് അവസ്ഥ ഉണ്ടാവരുത് വിചാരിച്ചാണ് ഞങ്ങൾ ഇത് ഇവിടെ ഇരിക്കുന്നത്. നാടോടി മത്സരത്തിൽ ഇപ്പം റിസൾട്ടിൽ ഞങ്ങൾക്ക് നല്ല പരാതിയാണുള്ളത്.
എൻ്റെ മകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മകൾക്ക് കിട്ടണമെന്നല്ല ഞാൻ പറയുന്നത്. കളിച്ച ഒരു 5-6 കുട്ടികൾ നല്ല നിലവാരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ 6 മക്കളിലെ 6 എന്നല്ല ഞാൻ പറയുന്നത്, അത്രയും മക്കൾക്ക് ഏതൊരു കുട്ടിക്കും പ്രൈസ് കൊടുത്താലും ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ തീരെ നിലവാരമില്ലാതെ കളിച്ച ഒരു മോക്കാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. കുട്ടികളുടെ കഷ്ടപ്പാട് ജഡ്ജസ് മനസ്സിലാക്കണം എന്നുള്ളത് ഞങ്ങൾ പേരൻസിൻ്റെ അവകാശമാണ്. അപ്പോൾ കുട്ടികളെ ഇപ്പോൾ ഡീബാർ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഡീബാർ ചെയ്യുന്നതല്ലേ നല്ലത്. കാരണം അവർ ഇനി അടുത്ത മത്സരത്തിൽ കളിച്ചാലും ഇങ്ങനെ സ്വാധീനത്തിലുള്ള കുട്ടികൾക്കല്ലേ കിട്ടുക. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം നീതിപരമായ ഒരു ജഡ്ജ്മെൻറ്റ് കലോത്സവത്തിൽ നടത്തണം എന്നുള്ളത് പേരൻസായ ഞങ്ങൾക്ക് നല്ല നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. വിധികർത്താക്കളുടെ അടുത്തെത്തി ഇവർ തർക്കത്തിലേർപ്പെട്ടതോടെ 1.5 മണിക്കൂറോളം വേദി നിശ്ചലമായി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഏറെ പാടുപെട്ടാണ് സംഘർഷം ലഘൂകരിച്ചത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ. ഉമ്മത്തൂർ സഖാഫത്ത് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം 2024 നവംബർ 28 വൈകിട്ട് 5 മണിക്ക് ഉമ്മത്തൂർ സഖാഫത്ത് ക്യാമ്പസിൽ. ഏവർക്കും സ്നേഹസ്വാഗതം.